എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്, നീ രാവിലെ എഴുന്നേറ്റ് നോക്ക്, അന്നത്തെ ദിവസം അടിപൊളിയായിരിക്കുമെന്ന്. ഞാനതിൽ വിശ്വസിച്ചിരുന്നു. കാരണം അത് സത്യമാണ്. രാവിലെ നമ്മൾ കാണുന്നതാണ് അന്നത്തെ ദിവസത്തെ ഊർജം. പക്ഷേ രാവിലെ എഴുന്നേറ്റ് ബെഡിലും പില്ലോയിലും മുടിയൊക്കെ കാണുന്ന ഒരു ദിവസത്തെ പറ്റി നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? സത്യം പറഞ്ഞാൽ അന്നത്തെ ദിവസം നമുക്ക് അത്ര പോസിറ്റീവ് ആയിരിക്കില്ല. ഞാൻ വളരെ ഗ്രാജുവലി ആണ് മനസ്സിലാക്കിയത് എന്റെ ഹെയർ ചേഞ്ച് ആയി തുടങ്ങിയത്. അതൊരു ഇമോഷന്റെയോ ഒരു മോശമായ പ്രോഡക്ട്സോ യൂസ് ചെയ്തത് കൊണ്ടല്ല. അത് ഗ്രാജുവലി പതിയാണ് ഒരു ഓഫ് ബാലൻസിലോട്ട് പോയത്. ആദ്യമൊക്കെ ഞാൻ ഷാമ്പൂനെ ബ്ലെയിം ചെയ്യുമായിരുന്നു. പല പല പ്രോഡക്ട്സ് മാറ്റി നോക്കി, പല പല ട്രീറ്റ്മെന്റ്സ് ചെയ്തു നോക്കി. പിന്നെയാണ് മനസ്സിലായത് ഇറ്റ്സ് എവറിത്തിങ് അബൌട്ട് സ്ട്രെസ്, പ്രോട്ടീൻ, ന്യൂട്രീഷൻ ആൻഡ് ഹോർമോൺസ്. അപ്പോഴാണ് ഞാൻ ട്രയനെ പറ്റി അറിഞ്ഞത്. ആക്ച്വലി ട്രയ ഷുഡ് ഔട്ട് ഫ്രം ഓൾ ദി പ്രോഡക്ട്സ്. അത് വെറുതെ പുറമേ അല്ല ശരിയാക്കുന്നത്. ഇറ്റ് ട്രീറ്റ്സ് ഇന്റേണലി ആൻഡ് എക്സ്റ്റേണലി. പക്ഷെ മെയിൻ കോസ് എപ്പോഴും ഇന്റേണൽ ഇഷ്യൂ ആണ്. സോ ഇന്റേണലി കഴിക്കാൻ സപ്ലിമെന്റ്സ് ഉണ്ട് മോർണിംഗ്, വിറ്റാമിൻസ്, മിനറൽസ്. പിന്നെ ഹെയർ ഫോളിനെ കൺട്രോൾ ആക്കാനും ഹെയർ ഗ്രോത്തിനെ ഫാസ്റ്റർ ആക്കാനും എക്സ്റ്റേണൽ പ്രൊഡക്ട്സും ഉണ്ട്. അതായത് ഹെയർ ആക്റ്റീവ് സെറം വിത്ത് സ്ട്രെങ്സ് ഹെയർ ഫോളിക്കിൾസ് ആൻഡ് ഇംപ്രൂവ്സ് ബ്ലഡ് സർക്കുലേഷൻ ഫോർ ഹെൽത്തി കെയർ ആൻഡ് ഫോർ ഹെയർ കൺട്രോൾ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ കണ്ടപ്പോൾ അതിനും വലിയ ട്രസ്റ്റ് വർത്തി ആയിട്ട് തോന്നിയില്ല വേറെ ഒരു പ്രോഡക്ട്സും. പിന്നെ ഇതൊരു സുപ്രഭാതത്തിൽ ശരിയാവും എന്നല്ല പറയുന്നത്. ഇറ്റ് ടേക്സ് ടൈം, അറൌണ്ട് 3 months. ഞാൻ നോട്ടീസ് ചെയ്തു എന്റെ ഹെയർ ഫോൾ കുറഞ്ഞു. എന്റെ ഹെയറിന്റെ വോളിയം, ഡെൻസിറ്റി, തിക്നെസ് എല്ലാം നന്നായി. അപ്പോഴാണ് ഞാൻ ഒരു കാര്യം മനസ്സിലാക്കിയത്. പല പല കാര്യങ്ങൾ ട്രൈ ചെയ്യുന്നതല്ല, ശരിയായ ഒരു കാര്യം ട്രൈ ചെയ്താൽ മതി, റിസൾട്ട് ഉണ്ടാവും. അപ്പോൾ നിങ്ങളും മനസ്സിലാക്കൂ നിങ്ങളുടെ മുടിക്ക് എന്താണ് വേണ്ടതെന്ന്. ഇനിയും എന്തിനാണ് വെയിറ്റ് ചെയ്യുന്നത്? കമന്റ് ചെയ്യൂ ഫ്രീ ഹെയർ ടെസ്റ്റിന്.